നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇനി അതിദരിദ്രരില്ല എന്ന കേരള പ്രവിധനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം വന്നു. പച്ച നുണകളുടെ പ്രഖ്യാപനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വി.ഡി. സതീശന്റെ തിരിച്ചുള്ള മറുപടി. ഒപ്പം ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനിൽകുമാറിന്റെ അതേ അവസ്ഥയിൽ താനെന്നും വായ്പയെടുത്തവരുടെ പേര് വെളിപ്പെടുത്തുമെന്നും BJP നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് MS കുമാറും ഇന്ന് രംഗത്ത് എത്തിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. 2025 നവംബർ 1 സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. കേരളം ഇനി അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശുദ്ധ തട്ടിപ്പെന്നും സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും വി.ഡി. സതീശൻ. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായവും നൽകുന്നത് കേന്ദ്ര സർക്കാരെന്ന് കെ. സുരേന്ദ്രൻ. സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ. ആശമാരുടെ സത്യപ്രതിജ്ഞാ റാലിയിൽ ക്ഷണമില്ലാതെ എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉദ്ഘാടനത്തിനായി വി.ഡി. സതീശൻ എത്തിയത് രാഹുൽ മടങ്ങിയ ശേഷം. UDF ഭരണത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭയിൽ പ്രശ്നപരിഹാരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സെക്രട്ടേറിയറ്റിലെ സമരം അവസാനിപ്പിച്ച് ആശമാർ. പ്രതിഷേധം ഇനി പ്രാദേശിക തലത്തിൽ. BJPയെ വെട്ടിലാക്കി പാർട്ടി മുൻ വക്താവ് MS കുമാർ. തിരുമല കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് രൂക്ഷ വിമർശനം. പണം കൊടുത്ത് പാർട്ടി സഹായിക്കണമായിരുന്നുവെന്നും വായ്പ തിരിച്ചടപ്പിക്കാനുള്ള നടപടികൾ എടുക്കാമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. താനും ഇതേ അവസ്ഥയിലെന്നും ലോൺ എടുത്ത പാർട്ടിക്കാർ തിരിച്ചടയ്ക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തൽ. എഴുത്തച്ഛൻ പുരസ്കാരം കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും പുരസ്കാരം. കവിതയുടെ സംക്രമണകാലത്തിന് ശോഭയേകിയ കവിയെന്ന പുരസ്കാര സമിതി. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് KG ശങ്കരപിള്ള. കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഒഡീഷ സ്വദേശി ഉദയ്മാഞ്ചി. അപകടം മതിൽ നിർമ്മാണത്തിനിടെ അടുത്ത വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ കർണാടകയ്ക്ക് 2 വിക്കറ്റ് നഷ്ടം. MD നിതീഷിനും ബേസിലിനും ഓരോ വിക്കറ്റ്. ഏകദിന ലോകകപ്പിലെ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. ഫൈനലിലെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. മത്സരം നാളെ വൈകിട്ട് 3 മണിക്ക് മുതൽ. നവി മുംബൈയിൽ ഫിഡെ ചെസ് ലോകകപ്പ് മത്സരങ്ങൾക്ക് ഗോവയിൽ തുടക്കം. ഇന്ത്യ വേദിയാകുന്നത് 23 വർഷങ്ങൾക്കു ശേഷം. അതിദരിദ്രരില്ലാത്ത കേരളം പിറന്നു. കേരള പ്രവിധനത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയത്. ഇത് പുതുയുഗ പിറവിയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതേസമയം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. കേരള ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ അതിദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ചു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പറഞ്ഞതൊക്കെ നടപ്പാക്കിയാണ് ഇടത് സർക്കാരിന് ശീലം. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ മുക്തരാക്കി. ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ന് സഭ സമ്മേളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വർഷത്തെ കേരള പ്രവിധനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരള പിറവിയാണിത്.
സഹകരിക്കാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ സമരത്തിൽ ആയതിനാലും അതിദരിദ്രമുക്ത പ്രഖ്യാപനം തട്ടിപ്പായതിനാലും സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പൊള്ളയായ പ്രഖ്യാപനമാണെന്നും സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണെന്നും സഭ ബഹിഷ്കരിച്ച ശേഷം പ്രതിപക്ഷം ആരോപിച്ചു. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പൊതുസമ്മേളനം വൈകിട്ട് 5 മണിക്കാണ് നടക്കുക. ചടങ്ങിൽ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രഖ്യാപനം വെറും PR പ്രവർത്തനം മാത്രമാണ്. 60,000 പേർ അതിദാരിദ്ര്യമുക്തരായെന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനം പണം നീക്കിവെക്കാത്തതുകൊണ്ട് പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഈ 60,000 ആൾക്കാരുടെ പേര് വരുവൾ പരിശോധിച്ചാൽ ഇവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം. ഇന്നും 100 കണക്കിന് ഓരോ പഞ്ചായത്തിലും 100 കണക്കിന് ആളുകൾ തെരുവിൽ കഴിയുകയാണ്. അവിടെ ടാർപോളിൻ കെട്ടിയിട്ട് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയുണ്ട്. പല വീടുകളിലും ഈ തരത്തിലുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ്, ഒരു PR തട്ടിപ്പ് മാത്രമാണ്, ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ CPM ഗവൺമെൻറ് നടത്തുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തം എന്നത് സർക്കാരിന്റെ തട്ടിപ്പെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ അതിദരിദ്രരായ 6 ലക്ഷം പേരുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ 6 ലക്ഷം പേർ ദാരിദ്ര്യമുക്തരായോ എന്നും MT രമേശ് ചോദിച്ചു. പ്രഖ്യാപനത്തെ തുടർന്ന് പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് സർക്കാർ മനസ്സിലാക്കണം. എന്നാൽ കേന്ദ്ര സർക്കാർ നോക്കുന്നത് നീതി ആയോഗിന്റെ കണക്കുകളാണെന്നുള്ളത് ആശ്വാസമാണെന്നും MT രമേശ് കോഴിക്കോട് പറഞ്ഞു. ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപനത്തിൽ സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ. അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. സർക്കാർ വെറുതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് കരുതുന്നില്ല. അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനത്തിന് വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കേണ്ടത്. നാടിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വികസനം എല്ലാവരിലേക്കും എത്തണം. വികസനത്തിന്റെ പേരിൽ മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ഇക്കാര്യങ്ങളും കൂട്ടിച്ചേർത്തു. സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ ഇപ്പം അതിദരിദ്ര സംസ്ഥാനം എന്നുള്ളതിൽ നമുക്കൊരു മാറ്റം വന്നു എന്നൊക്കെ കേൾക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. ദരിദ്രരും അതിദരിദ്രരും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അവിടെ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിദരിദ്രമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് ഗവൺമെൻറ്റിന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അത് കാരണങ്ങളുണ്ടാവണം. നമ്മളുമൊക്കെ പ്രാർത്ഥിക്കുന്നത് ദരിദ്രന്മാരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും മുന്നോട്ട് ഒത്തിരി പോകാനായിട്ടുണ്ട് നമ്മുടെ നാട്ടിന് കൂടുതൽ. ആശാപ്രവർത്തകരുടെ രാപകൽ സമരത്തിന് അവസാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF വന്നാൽ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
അതേസമയം സമരവേദിയിൽ ആശമാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. രാഹുൽ വേദി വിട്ടതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വേദിയിൽ എത്തിയത്. രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനമില്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളമുണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? ചങ്ങാതി? നിങ്ങൾ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവിക അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. ആതിര ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, തികച്ചും നാടകീയമായ സംഭവവികാസങ്ങളാണല്ലോ അവിടെ നടന്നത്. ക്ഷണിക്കാതെ രാഹുൽ എത്തുന്നു, മാധ്യമപ്രവർത്തകർ മുന്നിൽപ്പെടുന്നു, അവർക്ക് മറുപടി പറയേണ്ടി വരുന്നു. ശ്രദ്ധേയമായത് VD സതീശൻ ഉദ്ഘാടനത്തിനായി ഈ സമരപ്രതിജ്ഞാ റാലിക്ക് ഉദ്ഘാടനത്തിനെത്തുന്നത് രാഹുൽ മടങ്ങിയതിന് ശേഷമാണ്. മാത്രമല്ല, ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് മാസങ്ങളും ദിവസങ്ങളും പിന്നിട്ട ആശമാരുടെ റാലി, അവരുടെ പ്രതിഷേധം, അവരുടെ ആവശ്യങ്ങൾക്കായുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള അവരുടെ പ്രതിഷേധം ഇന്നിപ്പോൾ പ്രത്യക്ഷത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അവസാനിക്കുന്നു. പക്ഷേ പ്രാദേശിക തലത്തിൽ അവരുടെ പ്രതിഷേധം തുടരുമെന്ന് ഇവിടെയും ആവർത്തിക്കുകയാണ്. സ്വപ്ന, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആശാസമരവേദിയിൽ എത്തിയതോടെ ആശാസമര വേദിയുടെ ഈ ഒരു മുഖം മാറുന്നത് അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഇന്ന് ഈ സമരപ്രതിജ്ഞാവേദി, ആശമാരുടെ സമരപ്രതിജ്ഞാവേദി സാക്ഷിയായത്. കാരണം ഇന്നോടുകൂടി അവരുടെ ഈ പ്രത്യക്ഷത്തിലുള്ള സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനത്തിന് എത്തുമെന്ന് തന്നെ അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും ക്ഷണിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് പിന്തുണയുമായി എത്തുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ നിന്നും മടങ്ങുന്നു. വേദിയിൽ നിന്നും മടങ്ങിയ അടുത്ത നിമിഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തി ഈ ആശാസമരത്തിന്റെ സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പോകുകയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രതികരണവും അദ്ദേഹം നൽകിയില്ല. പക്ഷെ അതിനുശേഷം പിന്നീട് രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തുന്നു. രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തി അല്പസമയത്തിനകം തന്നെ വീണ്ടും രാഹുൽ വേദിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയ്ക്കൊക്കെ ഇന്ന് ആശാസമരവേദി സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിനു ശേഷം രമേശ് ചെന്നിത്തല എത്തി. അതിനുശേഷം രാഹുൽ എത്തി. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം യാതൊരു തരത്തിലുമുള്ള പ്രതികരണവും നടത്തില്ല. അദ്ദേഹം ഈ ആശാസമരത്തിന് ഒരു ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി അദ്ദേഹം മടങ്ങി. അതിനുശേഷം രാഹുൽ തിരിച്ചെത്തിയതിന് കാരണം മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പോകുന്നത് കണ്ടു. അതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടല്ല, പ്രതിപക്ഷ നേതാവ് എത്താത്തതിനെ തുടർന്ന് തന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അത് തെറ്റാണ് എന്ന് അറിയിക്കാനായിട്ടാണ് താനിവിടെ എത്തിയത് എന്ന തരത്തിൽ രാഹുൽ ഇത്തരത്തിലൊരു പ്രസംഗത്തിൽ, ഐക്യദാർഢ്യ പ്രസംഗത്തിൽ അങ്ങേറ്റം നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. ആശാപ്രവർത്തകരുടെ രാപകൽ സമരത്തിന് അവസാനമായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിക്കാതെ എത്തി മടങ്ങി. അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് കക്കോടി കോട്ടുംപാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപം വീടിന്റെ മതിലിടിഞ്ഞു വീണ അതിഥി തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി ഉദയ് മാഞ്ചിയാണ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിൽ കെട്ടുന്നതിന്റെ സമീപത്തെ വീടിന്റെ മതിലിടിഞ്ഞു വീഴുകയായിരുന്നു. ഉയർന്ന പ്രദേശം ഇടിച്ചു താഴ്ത്തിയാണ് വീടും മതിലും നിർമ്മിച്ചത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. വർഷ ചേരുകയാണ്. വർഷ, ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അതിഥി തൊഴിലാളിയാണ്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ ഉള്ളത് അപകടം നടന്ന സ്ഥലത്താണ്. കക്കോടി കോട്ടുപാടം റോഡിലെ ശശീന്ദ്ര ബാങ്കിന് സമീപമുള്ള ഈ വീട് നിർമ്മിക്കുന്നിടത്താണ് ഇന്ന് രാവിലെ 10:00 അപകടമുണ്ടായതും അതിഥി തൊഴിലാളി മരണപ്പെട്ടതും. ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഈ മതിലിനടിയിൽപ്പെട്ടാണ് അതിഥി തൊഴിലാളി മരണപ്പെട്ടത്. ഈ വീട് നിർമ്മിക്കുന്നതിനായി മണ്ണ് താഴ്ത്തിയിരുന്നു. അതായത് മണ്ണ് ഒരുപാട് എടുത്ത് മാറ്റി താഴ്ത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്ത വീടിന് സമീപത്തെ മതിൽ ഇളകുന്ന ഒരവസ്ഥയുണ്ടായി.
അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് മറ്റൊരു മതിൽ കെട്ടാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ ഈ ഒരു മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് സമീപത്തുള്ള വലിയ മതിൽ, പഴയ വീടിൻ്റെ ആ മതിൽ ഇടിഞ്ഞ് അതിഥി തൊഴിലാളിയുടെ ദേഹത്തേക്ക് വീണത്. ഇവിടെ നിലവിൽ 3 പേരായിരുന്നു തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടത്. മറ്റൊരാൾ ഫൈസൽ എന്ന് പറയുന്ന മറ്റൊരാൾ മലയാളി ഇപ്പോൾ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. രാവിലെ 10 കൂടിയാണ് അപകടം നടന്നത്. ശേഷം 11 കൂടിയാണ് അതിഥി തൊഴിലാളിയെ ഇതിൽ നിന്നും പുറത്തെടുക്കുന്നത്. കാരണം അത്ര വലിയൊരു മതിലാണ് ഇടിഞ്ഞു വീണത്. നാട്ടുകാർ പലപ്പോഴും പല രീതിയിലും ശ്രമിച്ചെങ്കിലും ആളെ പുറത്തെടുക്കാനായില്ല. ശേഷം വെള്ളിമാടുകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ്. ഒരുപക്ഷെ അശാസ്ത്രീയമായ മതിൽ നിർമ്മാണം തന്നെയാണ് ഈ ഒരു അപകടത്തിൽ കലാശിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോട് കക്കോടി കൂട്ടുപാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപം വീടിന്റെ മതിലിടിഞ്ഞു വീണ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് KG ശങ്കരപ്പിള്ള. കേന്ദ്ര, കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CB അബൂബക്കർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപ്പിള്ളയ്ക്ക് നിരവധി കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 25 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിന്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപ്പിള്ള. ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ശൈലിയും ആഖ്യാന ഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. ആവിഷ്കാരത്തിന്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിന്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇത് 3ാമത്തെ അറസ്റ്റാണ്. സുധീഷ് കുമാറിനെ ഇന്ന് വൈകിട്ട് റാന്നി കോടതിയിൽ ഹാജരാക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയതും മഹസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്നാണ് നിഗമനം. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് സുധീഷ് കുമാർ പോറ്റിയെ സ്പോൺസറാക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയത്. സ്വർണം പൊതിഞ്ഞത് എന്നറിഞ്ഞിട്ടും പാളികൾ ഇളക്കിയ സമയത്തും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതിരുന്നിട്ടും മഹസറിൽ പോറ്റിയുടെ പേരെഴുതിയതും സുധീഷ് കുമാർ ആയിരുന്നു. സ്വർണം കവരാൻ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സുധീഷ് കുമാർ സഹായം ചെയ്തിരുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ശബരിമല ശ്രീകോവിലിൽ 1998 സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. നാട്ടുരാജ്യങ്ങൾ ഐക്യ കേരളമായിട്ട് 69 വർഷം. അറബിക്കടലിനും സഹ്യനുമിടയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും പുതിയ അധ്യായങ്ങൾ രചിച്ചാണ് കേരളത്തിന്റെ യാത്ര. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 69 വർഷം. 1956 നവംബർ 1 തിരുക്കൊച്ചിയും മലബാറും ചേർന്ന് കേരളമുണ്ടായത്. ഒരു സംസ്ഥാനത്തിന്റെ പിറവി എന്നതിലപ്പുറം കേരളപ്പിറവി ആഘോഷം സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നിവയിൽ കേരളം എന്നും മുന്നിലാണ്. മലയാളിക്ക് അഭിമാനത്തിന്റെ ദിനം കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനവും ഈ ദിനത്തിലാണ്. EMS മുതൽ പിണറായി വിജയൻ വരെ എത്തി നിൽക്കുന്ന ഒരു ഭരണരാഷ്ട്രീയ ചരിത്രമാണ് നമ്മുടേത്. ഈ പിറവി ദിനത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കേരളം. ഇത്തവണയും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്.
ഏവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. BJP സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ വക്താവ് MS കുമാർ. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പണം കൊടുത്ത് പാർട്ടി സഹായിക്കണമായിരുന്നുവെന്നും വായ്പ തിരിച്ചടപ്പിക്കാനുള്ള നടപടികൾ എടുക്കാമായിരുന്നുവെന്നും MS കുമാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. താനും കൂടി ഉൾപ്പെട്ട സഹകരണ സംഘത്തിൽ നിന്നും തുക തിരിച്ചടയ്ക്കാത്തവരുടെ പേരുകൾ ഇനി ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുമെന്നും MS കുമാർ പറയുന്നു. വിശദാംശങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, അങ്ങേയറ്റം ഗൗരവപരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ MS കുമാർ, BJP മുൻ വക്താവ് MS കുമാർ ഇപ്പോൾ നടത്തുന്നത്. ഒരുപക്ഷെ അനിൽകുമാറിൻ്റെ കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. പാർട്ടി ഇടപെടേണ്ട ഇടത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, ഇനിയും അതിന് പാർട്ടി മുതിർന്നില്ല എങ്കിൽ, BJP നേതൃത്വം മുതിർന്നില്ല എങ്കിൽ വെളിപ്പെടുത്തലുകളിലേക്ക് ആരൊക്കെയാണോ ഈ വായ്പ എടുത്തത് അവരുടെ പേരുകളടക്കം വെളിപ്പെടുത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നു. തീർച്ചയായും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതിൽ തന്നെ ഒരു തരത്തിലും മരണത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല അനിൽകുമാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അതിനുള്ള നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത്തരം സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ പാർട്ടി സഹായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് താൻ കൂടി ഉൾപ്പെടുന്നതാണ് സഹകരണ മേഖലയിൽ. അതുകൊണ്ട് തനിക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ ഉള്ള ഒരു നടപടി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ഈ വളരെ ആലോചിച്ച ശേഷമാണ് താൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. താൻ കൂടിയുള്ള ഈ സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള 70% ആളുകളും പാർട്ടിക്കാരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തിരിച്ചടയ്ക്കാത്തവരിൽ 90%വും തന്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സൂചനകൾ കൂടി അദ്ദേഹം നൽകുന്നു. പലരും സംസ്ഥാന ഭാരവാഹികളും സെൽ കൺവീനർമാർ ഉൾപ്പെടെയുള്ളവരുമാണ്. മറ്റു ചിലർ മറ്റു പാർട്ടികളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണെങ്കിലും കേന്ദ്ര നേതാക്കളുമായി വലിയ അടുപ്പം സൃഷ്ടിച്ചിട്ടുള്ള നേതാക്കളാണ് ഇവരൊക്കെ എന്ന് അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ഇത്തരത്തിൽ തുക തിരിച്ചടയ്ക്കാനുള്ള നടപടി ഇവരുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഉണ്ടാകേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം തുക തിരിച്ചടയ്ക്കാത്തവരുടെ പേരുകൾ ഇതേ ഫേസ്ബുക്കിലൂടെ താൻ വെളിപ്പെടുത്തുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തൽ MS കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനിൽകുമാർ തീർച്ചയായും രജതി പറഞ്ഞതുപോലെ MS കുമാറിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അനിൽകുമാറിന്റെ ആത്മഹത്യ കാരണം BJPയുടെ ഭാഗമായതാണെന്ന BJP മുൻ വക്താവ് MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. താൻ MS കുമാറിന്റെ പോസ്റ്റ് കണ്ടിട്ടില്ല. ബാങ്കിൽ നിന്ന് BJPയുടെ പ്രമുഖരായിട്ടുള്ള ആരും ലോൺ എടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ ബാങ്ക് തയ്യാറാകണമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. അങ്ങനെ BJPയുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ BJPയുടെ ലാബിൽ ആരും ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കുന്ന ആളുകൾ തിരിച്ചടക്കാത്തതുകൊണ്ടാണല്ലോ ബാങ്ക് നഷ്ടമാകുന്നത്. വസ്തുതയാണ്. ലോൺ എടുത്താൽ തിരിച്ചടക്കണം. തിരിച്ചടക്കാത്ത ആളുകളെ നിയമപരമായിട്ട് തിരിച്ചടപ്പിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് ബാങ്ക് അധികാരികൾ തയ്യാറാവണം. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിൻലാൻഡിൽ എത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ ആയിരക്കണക്കിന് പേരാണ് അമ്മയെ കാണാൻ ഫിൻലൻഡ് നഗരമായ എസ്പോവിൽ എത്തിയത്. കാത്തിരുന്ന അവിസ്മരണീയ മുഹൂർത്തം. ആ നിമിഷത്തിൽ സ്നേഹവായ്പോടെ തങ്ങളുടെ ദേശീയ പതാക ഹൃദയത്തിന്റെ ആകൃതിയിൽ മുറിച്ച് അതുയർത്തിയായിരുന്നു ഫിൻലൻഡുകാർ അമ്മയെ സ്വാഗതം ചെയ്തത്. സ്നേഹം നിറഞ്ഞ പ്രണാമം ഏറ്റുവാങ്ങി അമ്മയും. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫിൻലൻഡിലെ എസ്പോ നഗരത്തിൽ അമ്മ എത്തിയത്. ഫിന്നിഷ് പാർലമെന്റ് അംഗം വില്ലെ മെരിനൻ, ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ, എസ്പോ സിറ്റി ബോർഡ് ചെയർപേഴ്സൺ മെർവി കട്ടേനൻ, ഫിൻലൻഡ് ഇന്ത്യ സൊസൈറ്റി ചെയർപേഴ്സൺ
ഷെഫാലി അറോറ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ലോകസമാധാനത്തിനും ഭൂമിയുടെ സംരക്ഷണത്തിനും അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്ത് എച്ച് കോട്ടൽവാർ അഭിപ്രായപ്പെട്ടു. This is a very important initiative that she's been working for last so many decades, and of course she has a big vision of uniting the world, one planet, one world, and I think this is what I also see in Finland, when everybody says that we need to protect the planet. And I think there is so much of resonance between her message of connecting the people and the Finnish way of connecting with the planet, with the nature. And thank you so much, Amma, for connecting your vision with the Finnish society. Thank you so much. ഫിൻലൻഡിലെ മക്കളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ അമ്മ ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള കർണാടക മത്സരത്തിൽ കേരളത്തിന് മികച്ച തുടക്കം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കർണാടക 2 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിന് വേണ്ടി MD നിതീഷും നെടുമൻകുഴി ബേസിലുമാണ് വിക്കറ്റ് നേടിയത്. തിരുവനന്തപുരം മംഗലാപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വേദിയിൽ നടക്കുന്ന ആദ്യ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരമാണ് ഇത്. മൂന്നാം ഏകദിനത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആശുപത്രി വിട്ടു. പരിക്ക് ഭേദമാവുകയാണെന്നും ചികിത്സയ്ക്കായി സിഡ്നിയിൽ തുടരുമെന്നും BCCI അറിയിച്ചു. ഇടത് വാരിയലിന് പരിക്കേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനാൽ അദ്ദേഹത്തെ സിഡ്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ICUവിൽ നിന്ന് മാറ്റിയ താരത്തെ പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യാനാകുമ്പോൾ മാത്രമേ ശ്രേയസ് അയ്യർ ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്നും ബോർഡ് അറിയിച്ചു. ഫിഡെ ചെസ് ലോക കപ്പിന് ഗോവയിൽ തുടക്കം. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുന്നത്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. നോക്കൌട്ട് ടൂർണമെന്റ് എന്നതിലുപരി നിലവിലെ ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിനുള്ള യോഗ്യതാ മത്സരം കൂടിയാണ് ഈ ലോകകപ്പ്. ആദ്യ 3 സ്ഥാനക്കാർക്കാണ് കാൻഡിഡേറ്റ്സിന് യോഗ്യത. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നാളെയാണ്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് കളി. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.